എന്താ കൽപ്പം? കൽപ്പശാസ്ത്രം. ശിക്ഷാശാസ്ത്രം, കൽപ്പശാസ്ത്രം. കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വൈദികമായ കർമ്മങ്ങൾ. ഏതൊക്കെയാ വൈദിക കർമ്മങ്ങൾ? നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. അപ്പം നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന വിധി, അതാണ് കൽപ്പം. അപ്പം നൈമിത്തികത്തിൽ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള സംസ്കാരങ്ങൾ വരും. ഗർഭാധാനം, പിന്നെ പുംസവനം, സീമന്തം, ജാതകർമ്മം, പിന്നെ ജാതകർമ്മം കഴിഞ്ഞാൽ ജാതകർമ്മം കഴിഞ്ഞാൽ നാമകരണം. ആയിട്ടില്ല. നാമകരണം, നിഷ്ക്രമണം, ചൗളം അല്ലെങ്കിൽ കേശസംസ്കാരം. അത് കഴിഞ്ഞാൽ ഉപനയനം. അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് അന്നപ്രാശമുണ്ട്. അന്നപ്രാശം ചൗളത്തിന് മുമ്പ് വരും. അന്നപ്രാശം, ചൗളം, ഉപനയനം, വേദാരംഭം, സമാവർത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമ പ്രവേശം, വാനപ്രസ്ഥം, സന്യാസം, അന്ത്യേഷ്ടി. അപ്പോൾ ഈ 16 സംസ്കാരങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്? മന്ത്രങ്ങളൊക്കെ സംഹിതയിലൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണം? അതുപോലെ കാമ്യങ്ങളിൽ യാഗങ്ങൾ വരും. പലവിധ യാഗങ്ങളുണ്ട്. എന്തൊക്കെ യാഗങ്ങളാണോ, ഒരുപാട് യാഗങ്ങളുണ്ട്. അപ്പോൾ ഈ യാഗങ്ങൾ എങ്ങനെ ചെയ്യണം? നിത്യകർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന പഞ്ചമഹായജ്ഞങ്ങൾ, അതിൽ വിശേഷമായി പിതൃയജ്ഞവും ദൈവയജ്ഞവും എങ്ങനെ ചെയ്യണം, ഇതിനുള്ള വിധികളെ പറയുന്ന ശാസ്ത്രങ്ങളാണ് കൽപ്പശാസ്ത്രം. കൽപ്പത്തിൽ അന്തർഭവിച്ചതാണ് ഈ ചടങ്ങ് പുസ്തകങ്ങളൊക്കെ തന്നെ. ബോധായനൻ, ആപസ്തംഭൻ, ആശ്വലായനൻ, ഗോഭിലൻ തുടങ്ങിയ ഒരുപാട് ആചാര്യന്മാരുടെ കൃതികളുണ്ട് കൽപ്പത്തിൽ. ഈ കൽപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗൃഹ്യസൂക്തങ്ങളും ധർമ്മസൂക്തങ്ങളും അതുപോലെ ശുൽഭസൂക്തങ്ങളും വരുന്നത്. ശുൽഭത്തിൽ അതിസൂക്ഷ്മങ്ങളായ ഗണനകൾ. അത് ഹോമകുണ്ഡത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ്, എന്തൊക്കെ ആകൃതികളിലാണ് ഹോമകുണ്ഡം ഉണ്ടാക്കുന്നത്, അത്ഭുതമല്ലേ? ഓരോ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രയോഗം ചെയ്യാച്ചാലോ. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇഷ്ടിക എന്ന് വിചാരിച്ചാൽ വീടുണ്ടാക്കാനുള്ള വസ്തുവായിട്ടാണ് മനസ്സിലാക്കണത്. വാസ്തവത്തിൽ ഇഷ്ടിക്രിയ ചെയ്യാനുള്ളതാണ് ഇഷ്ടിക, യാഗം ചെയ്യാനുള്ളതാണ്, ഹോമകുണ്ഡം നിർമ്മിക്കാനുള്ളതാണ്. ഇരിക്കട്ടെ.